കൂട്ടക്കൊലകൾ കേരളത്തിൽ തുടർക്കഥയാകുന്നതിനും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത കേട്ടാണ് 2017 ഏപ്രിൽ 8-ന് തലസ്ഥാനം ഉണരുന്നത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടെ മൃതദേഹം പോളിത്തീൻ കവറിലാക്കി പുതപ്പുകൊണ്ട് പൊതിഞ്ഞ നിലയിലും. 4 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അതേ വീട്ടിലെ മൂത്ത മകൻ കേതൽ ജിൻസൺ രാജ. തിരുവനന്തപുരം നന്ദൻകോട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് സമീപം വെയിൻ കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിലെ താമസക്കാരായ ഡോക്ടർ ജീൻ പത്മ, ഭർത്താവ് റിട്ടയർഡ് പ്രൊഫസറുമായ രാജാ തങ്കം, മകൾ കാരളിൻ, ബന്ധുവായ ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീടിന്റെ മുകൾ നിലയിൽ നിന്ന് പുക ഉയർന്നതോടെയാണ് അരുംകൊല നാടറിഞ്ഞത്. മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അവയ്ക്ക് 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. കൊലപാതകത്തിനു ശേഷം കേതൽ ചെന്നൈയിലേക്ക് കടന്നിരുന്നു. തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടുന്നത്. പിടിയിലായ ശേഷം മാനസിക രോഗമുള്ളയാളെ പോലെയായിരുന്നു കേതലിന്റെ പെരുമാറ്റം. പരസ്പര വിരുദ്ധവും അവിശ്വസനീയമായ കാര്യങ്ങളും പറഞ്ഞ് പോലീസിനെ കുഴുക്കി ഒട്ടും കൂസലില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. കേതൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ പദ്ധതി താൻ പരീക്ഷിക്കുകയായിരുന്നു എന്നാണ്. തുടർന്ന് ചോദ്യം ചെയ്യലിന് പോലീസ് സൈക്കാട്രി ഡോക്ടറായ മോഹൻ റോയെ സഹായം തേടി. ഡോക്ടറോട് പ്രതി കുറ്റം സമ്മതിച്ചു. ചെന്നൈയിലേക്ക് കടക്കുമ്പോൾ പണം, തിരിച്ചറിയൽ രേഖകൾ, വസ്ത്രങ്ങൾ തുടങ്ങി രക്ഷപ്പെടുന്നതിനുള്ള സാധനങ്ങളെല്ലാം കൃത്യമായി കൊണ്ടുപോയിരുന്നു. കൊലപാതകം നടത്തുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ആസൂത്രിതമായ നീക്കമാണ് പ്രതി നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. മഴു ഓൺലൈനായാണ് വാങ്ങിയത്. യൂട്യൂബിലൂടെ കൊലപാതകം നടത്തുന്ന വിധം പല ആവർത്തി കണ്ടുപഠിച്ചു. മനുഷ്യ ശരീരത്തിന്റെ ഡമ്മി ഉണ്ടാക്കി അതിലും പരിശീലിച്ചു. ഇതെല്ലാം അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു. കൂടാതെ താൻ കൂടി മരിച്ചുവെന്ന് വരുത്താൻ ഡമ്മിയും കത്തിക്കാൻ ശ്രമിച്ചു. പിന്നീട് കുടുംബത്തോടുള്ള പകയാണ് കൂട്ടക്കൊലയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചതെന്ന് കേതൽ പോലീസിനോട് സമ്മതിക്കേണ്ടി വന്നു. കേതലിന് വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനയും പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ ശകാരവുമാണ് പ്രതികാരത്തിന് കാരണമെന്നും അയാൾ പറഞ്ഞു. ആദ്യം അച്ഛനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പിന്നീട് കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. അമ്മ ഡോക്ടർ ജീൻ പത്മത്തെയാണ് കേതൽ ആദ്യം കൊലപ്പെടുത്തിയത്. താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാനെന്ന വ്യാജേനെ അമ്മയെ മുകളിലത്തെ കിടപ്പുമുറിയിലേക്ക് എത്തിച്ച് കസേരയിലിരുത്തിയ ശേഷം മഴുകൊണ്ട് തലയ്ക്ക് പുറകിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ താഴെ എത്തിയ പ്രതി അന്ന് വൈകിട്ടോടെ അച്ഛൻ രാജതങ്കത്തെയും സഹോദരി കരോലിനെയും മുകളിലത്തെ നിലയിലെത്തിച്ച് അമ്മയെ കൊന്ന പോലെ തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തി. ഈ മൃതദേഹങ്ങളും ഒളിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന ആന്റി ലളിതയും ജോലിക്കാരിയും മറ്റുള്ളവരെ പറ്റി കേതലിനോട് അന്വേഷിച്ചെങ്കിലും അവരെല്ലാം ചേർന്ന് കന്യാകുമാരിക്ക് ടൂറ് പോയി എന്നായിരുന്നു മറുപടി. അടുത്ത ദിവസം രാത്രിയാണ് കേതൽ ലളിതയെ കൊലപ്പെടുത്തിയത്. അമ്മ ഫോണിൽ വിളിക്കുന്നുവെന്ന് കള്ളം പറഞ്ഞ് മുകളിലത്തെ കിടപ്പുമുറിയിൽ എത്തിച്ചായിരുന്നു കൊല. മറ്റു കൊലകൾക്ക് ഉപയോഗിച്ച അതേ മഴ ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊന്ന ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയും ചെയ്തു. കൊലകൾ നടത്തിയതിന്റെ അടുത്ത ദിവസം മൃതദേഹങ്ങൾ കത്തിക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു. ഇതിനിടെ ഇയാൾക്ക് നിസാര പൊള്ളലേറ്റു. തീ ആളിപ്പടർന്നതുകൊണ്ട് അയൽക്കാർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയും അവരെത്തി തീ അണയ്ക്കുകയും ചെയ്തു. അതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തീ നിയന്ത്രണമായതോടെ കേതൽ ചെന്നൈയിലേക്ക് പോയി. ഇവിടെ നിന്ന് തിരിച്ചെത്തുമ്പോഴാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. കേസിൽ അറസ്റ്റിലായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ച കേതലിന്റെ ജയിലിലെ പെരുമാറ്റവും അടിമുടി വിചിത്രമായിരുന്നു. ജയിൽവാസത്തിനിടെ കേതൽ സഹതടവുകാരനെ ആക്രമിച്ച സംഭവമുണ്ടായി. ഇതോടെ ജയിലിലെ സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു കേതലിന്റെ വാസം. ഇതിനിടെ വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതോടെ കൂട്ടക്കൊല കേസിലെ വിചാരണ ആരംഭിക്കാനും ഏറെ നാൾ വൈകിയിരുന്നു. ജയിലിൽ കളിയും ചിരിയുമായി കഴിഞ്ഞിരുന്ന കേതൽ ആദ്യ നാളുകളിൽ ജയിൽ ജീവനക്കാർക്കും അത്ഭുതമായിരുന്നു. ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്നതൊഴിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാക്കിയിരുന്നില്ല. ഇതിനിടെ ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി കേതൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഏറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ജയിലിൽ വെച്ച് താൻ മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടെന്നായിരുന്നു കേതലിന്റെ അവകാശവാദം. 10 വർഷത്തിലേറെ ആസ്ട്രൽ പ്രൊജക്ഷനും സാത്താൻ സേവയും പരിശീലിച്ച തനിക്ക് ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. പലപ്പോഴും കേതലിന്റെ വിചിത്രമായ അവകാശവാദങ്ങളും പെരുമാറ്റവും ജയിൽ ജീവനക്കാരെ അമ്പരപ്പിച്ചു. പ്രതി മാനസികാരോഗ്യം വീണ്ടെടുത്തതായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെ കഴിഞ്ഞ നവംബറിലാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ വിചാരണ ആരംഭിച്ചത്. കേസിന്റെ വിചാരണയ്ക്കിടെ കേതൽ കുറ്റം നിഷേധിച്ചിരുന്നു. തനിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നായിരുന്നു ഇയാൾ കോടതിയിലും വാദിച്ചത്. സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് കേതൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. സിനിമയെ വെല്ലുന്ന രീതിയിലാണ് നന്ദൻകോട് കൊലപാതകങ്ങൾ എല്ലാം നടന്നത്.
അഞ്ചാം പാതിര എന്ന സിനിമയിൽ കേവലിനെ റെഫർ ചെയ്തുകൊണ്ട് ഒരു കഥാപാത്രവും എത്തിയിരുന്നു.